ഗായ്സ് അപ്പോൾ ഇതെന്താണെന്നറിയോ, എൻ്റെ കോഴി എന്തായിക്കത് ഇത് ഞാൻ കുറച്ച് സൺഡേ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതിനെ കാണണ്ടായി, ഈ കോഴിനെ കാണണ്ടായി. പിന്നെ ഞങ്ങൾ ഇവിടെ മൊത്തം തേടി നോക്കി, എവിടെയും കണ്ടില്ല. പിന്നെ കിണറിൻ്റെ അവിടെ മാത്രം നോക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഞങ്ങൾ മുട്ട അവിടെ ഇവിടെയൊക്കെ കോഴികൾ ഇട്ടിട്ടുണ്ട് കേട്ടാ, അവിടെ കാണുന്നില്ലേ കോഴികൾ, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അവിടെ പോയിട്ട് തപ്പാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. പിന്നെ അമ്മ പറഞ്ഞു ആ കിണറിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടാവും, അവിടെ പോയിട്ട് തപ്പാൻ. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്നെ കണ്ടു, ഞാൻ വിചാരിച്ചു ഇത് ചെങ്കലായിരിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു എടാ ഇല്ല എത്ര കോഴിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണമെന്ന്. അപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് നോക്കെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കോഴി കിണറിൻ്റെ അകത്തോട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പ്ലാനായിരുന്നു ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെ ഇതാക്കിയിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ ശനിയാഴ്ച കാണാണ്ടായി, ഇന്ന് ഞായറാഴ്ച. ആ ഗൈസ്, അപ്പൊ അത്രയും ദിവസം ഇതുണ്ടെങ്കിൽ ഇതിന് വീണ് ഗുണാ കേവില് വീണ് അത്രയ്ക്ക് ഇതുണ്ടാവും ഇതിന്. പാവ് അതാണ് ഇത് ഇത്രയും പേടിച്ചിട്ട് വെള്ളം കുടിക്കണ. കാണുമ്പോ തന്നെ എന്തോ പോലെയുണ്ട് ഇത്. അപ്പൊ കിണറിന്റെ ആ ഭാഗത്ത് അവിടെ കമ്പി ഉണ്ട്, അതിലങ്ങനെ എത്ര ദിവസമായി, അത്രയും ദിവസം അത് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയും ദിവസം പേടിച്ചിട്ട് അത് അപ്പി പോലും ഇട്ടിട്ടില്ല. അച്ഛാ വിശ്വസിക്കില്ലടാരും, നമ്മൾ വീഡിയോ എടുത്തല്ലേ വിശ്വസിക്കുള്ളൂ. ഗായ്സ് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലോ ഇല്ലെങ്കിലും അത് ഇത്രയും ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഫുഡും ഒന്നും ഇല്ലാണ്ട് അത് സർവൈവ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. പിന്നെ നിങ്ങളിത് വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ അമ്മൻ്റെ മേലെ സത്യം, ഇത് കിണറ്റിൻ്റെ അവിടെ പെട്ടാണ്. അമ്മൻ്റെ മേലെ സത്യം ഗായ്സ്, അമ്മൻ്റെ മേലെ സത്യമല്ല, അച്ഛൻ്റെ മേലെ